എം ജയചന്ദ്രനിലേക്ക്. ശ്രീ എം ജയചന്ദ്രൻ, ഇന്നത്തെ ലക്ഷ്യം മുഖ്യമന്ത്രിയായിരുന്നു, മകളെയും ആണ് ആരോപിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന ആരോപണ വിഷയമായി ഇന്ന് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളാണ്. ഇത് എന്തുകൊണ്ടാകാം CPM-ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഇത്രമാത്രം പ്രധാനമന്ത്രി ലക്ഷ്യമിടാൻ കാരണമെന്നാണ് താങ്കൾ കരുതുന്നത്? കേരളത്തിൽ CPM-നെയാണ് ലക്ഷ്യമിടേണ്ടതെന്നുള്ളത് BJP നേരത്തെ മുതലേ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ പുതിയൊരു കാര്യമല്ലല്ലോ മനു. ഇത് കഴിഞ്ഞ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായിട്ട് ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് തന്നെ ഈ പ്രശ്നം ഉയർന്നിരുന്നു. പ്രതിപക്ഷങ്ങളെല്ലാം ഏകോപിത പ്രതിപക്ഷമായിട്ടാണല്ലോ UDF-ഉം BJP-യും അന്ന് പ്രവർത്തിച്ചിരുന്നത്. മാധ്യമങ്ങളിൽ വലിയൊരു പങ്കും ആ പാത തന്നെയാണ് പിന്തുടർന്നതും. അപ്പോൾ ടാർഗറ്റ് അപ്പം തന്നെ മുഖ്യമന്ത്രി ഓഫീസ്, അങ്ങനെ മറ്റ് പല കാര്യങ്ങളുമായിരുന്നു. പക്ഷേ ജനങ്ങൾ അതിനല്ല മാൻഡേറ്റ് കൊടുക്കുന്നതെന്നുള്ളത് ഇലക്ഷനിൽ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി തെളിഞ്ഞതാണ്. അതിനു മുമ്പ് തന്നെ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞതാണെങ്കിലും പക്ഷേ അതിന് ശമനമുണ്ടായില്ല. 2021 ഇലക്ഷൻ റിസൾട്ട് വരുന്നതുവരെ തുടരുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ നോക്കൂ, ഇന്ന് പ്രധാനമന്ത്രി താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒന്ന്, കരുവന്നൂർ പ്രശ്നം. എന്താണ് കരുവന്നൂർ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് പറയുന്നത്, കേരളത്തിൽ പറയുന്നത് 1 ലക്ഷം കോടി രൂപയുടെ ഈ എന്താണ് കുഴപ്പങ്ങൾ, അഴിമതി നടന്നിട്ടുണ്ടത്രേ സഹകരണ മേഖലയിൽ. തൃശ്ശൂർ തന്നെ 100 കോടി രൂപ CPM-മായി ബന്ധപ്പെട്ട നേതാക്കളുടെ അത് കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് തിരിച്ചൊരു ചോദ്യം ഞാൻ ഈ ചർച്ചയിൽ അങ്ങോട്ട് ചോദിക്കുകയാണ് മനു. ഈ 2023 നവംബർ 1 എറണാകുളം PMLA കോടതിയിൽ ED കരുവന്നൂർ കുറ്റപത്രം സമർപ്പിച്ചു. 12,000 പേജുള്ള കുറ്റപത്രം. 55 പേരാണ് പ്രതികൾ. ഒന്നാം ഘട്ട കുറ്റപത്രം എന്നാണ് പിന്നീട് വിശേഷിപ്പിച്ചത്. അപ്പോൾ അതിലാകപ്പാടെ പറയുന്ന തുക കരുവന്നൂർ ബാങ്കിൽ നടന്നിട്ടുള്ളത് 90 കോടി രൂപയുടെ ആണെന്നാണ് ആ കുറ്റപത്രത്തിൽ പറയുന്നത്. അപ്പോൾ തന്നെ കോടതി വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇത് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഈ ED അവിടെ വ്യക്തമാക്കുന്നു. അപ്പോൾ PMLA കോടതി പറയുന്നുണ്ട്, നിങ്ങൾ തുടർന്നുള്ള കാര്യങ്ങൾ എന്ന് നിങ്ങൾ പറയുന്നത്, തുടർന്നുള്ള കാര്യങ്ങൾ ഈ കോടതിയിൽ വരുമ്പോൾ അന്നത് പരിശോധിച്ചിട്ട് ആവശ്യമായ കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് അന്ന് നോക്കി പ്രതികരിക്കാം എന്നാണ് കോടതി PMLA കോടതി പറയുന്നത്. അതിനുശേഷം നവംബർ 1 ശേഷം ഇതിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന എന്നാണ് ഏപ്രിൽ 15 2024. എവിടെ അന്വേഷണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഒരുപാട് പേരിങ്ങനെ പുകമറയായിട്ട് വരുന്നുണ്ട്. നിഗൂഢമായ അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞ് 5 അക്കൗണ്ടുകൾ കരുവന്നൂരെ പറയുന്നുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടിന്റെ കാര്യം പറയുന്നുണ്ട്. ഇതൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാൻ ആരാണ് തടസ്സപ്പെടുത്തുന്നത്? ഇവിടുത്തെ ഗവൺമെന്റ് തടസ്സപ്പെടുത്തിയോ? LDF തടസ്സപ്പെടുത്തിയോ? CPM തടസ്സപ്പെടുത്തിയോ? ഇതൊക്കെ ശ്രീ എം ജയചന്ദ്രനിലേക്ക് മടങ്ങി വരാം.